അമ്രിക്കുട്ടി മാറ്റാൻ പോവാണ്. അമ്രിക്കുട്ടി മാറ്റിയ എന്താ പണി? പൗഡർ ഇടുക. ഈദ് മുബാറക്. കണ്ണടയിലൊക്കെ നോക്കിയാണ്ടേ. ശരി. ഓ മീശൊക്കെ ഇടുന്നുണ്ടോ? സൂപ്പറായി കേട്ടോ. നോക്കട്ടെ. അവിടെ ഒക്കെ ഇട എല്ലായിടത്തും ഇടിയാ. പൗഡർ തോന്നിയ ഇത്ര തോനെ പൗഡറൊന്നും വേണ്ട. ഇവിടൊക്കെ ചീച്ചില്ലേ. ഈ സൈഡിൽ പൗഡർ ചെയ്യാം. ഈ സൈഡിൽ നിക്ക് പൗഡർ കിട്ടരാ. നോക്കണോട്ടെ. ഇക്കേ ആരാ? ഇരിക്കണ കേട്ടിട്ടാണ്. വേറെ ഇതാരാ? എന്തിനാ ഇക്കാന്ന് വിളിക്കണേ? എന്തിനാ ഇക്കാന്ന് വിളിക്കണേ? ഇങ്ങോട്ടെ ഡ്രസ്. ഇതിന് ബാക്കും ഫ്രണ്ടൊന്നുമില്ല. എനിക്ക് അനപ്പ വിളിച്ചിട്ടുണ്ട്. പാക്ക് എന്നെ കാണണേ. പാക്ക് പുതിയ ഡ്രസ് ഇട്ടാണ്. പുതിയ ഡ്രസ് ഇട്ട് പോരുന്നില്ല. ഉമ്മച്ചി പോവാട്ടോ. ഉമ്മച്ചി പോവാ. ഞങ്ങൾ പോവാട്ടാ. ഓ കിടന്നോട്ടെ. ആന്റിന്റെ അടുക്ക് പോരുണ്ടോ? ഇല്ലല്ലോ. മിഷുക്കുട്ടിന്റെ അടുക്ക് പോരുന്നല്ലോ. എന്നാ നിക്ക്. പുതിയ ഡ്രസ് സ്റ്റിക്കർ എന്തുണ്ടോക്കിയാണ്. അമ്പിക്കുട്ടിനെ പെരുന്നാളിന് ഞങ്ങക്ക് പോവാക്ക. ഓ കിടന്നോട്ടെ. നിക്ക അമ്പിക്കുട്ടിയെ നമ്മൾ പോവാം. അമ്മേനെ കൂട്ടണ്ട. ഓ കിടന്നോട്ടെ. അമ്പിക്കുട്ടിക്ക് വീട്ടിൽ നിന്നുള്ള ഒരുക്കാണിത്. ഇതാര് കൊടുന്ന കൊടുത്തേ ഡ്രസ്? ഈ കുപ്പായി ആര് കൊടുന്ന? പെച്ചിയോ? അല്ല, പെച്ചിയല്ലല്ലോ. ആന്റി കൊടുന്ന. ആന്റി ആര് കൊടുന്നേ? ആന്റി. മാഞ്ഞാളാണിപ്പോ. ഓളവിടെ നിന്നോട്ടെ കേട്ടോ. നമുക്ക് പോവാ. അന്നതാ പപ്പ വിളിച്ചണേ. പപ്പ വിളിച്ചിട്ടുണ്ട്. ഞങ്ങക്ക് പായസം വേണോ? പായസം വേണ്ടല്ലോ. എന്നാ തരൂല കേട്ടാ. ഇനി മുടി മാറ്റാം. കൺമശീരണ്ടേ? കൺമശീരണോ? എന്താ കൺമശി? കൊളാവൂട്ടാ. അടിഞ്ഞു നിന്നിട്ടില്ലെങ്കിൽ കൊളാവും. കൺമശി ഓൾറെഡി ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഈ തൽക്കം മാത്രം എഴുതിയാൽ മതി.
നോക്കട്ടെ സുന്ദരിയായ നോക്കട്ടെ. ഹായ് ഡ്രസ് രസമുണ്ടോ ചോദിക്കുക. ദീക്ക് നോക്കി ചോദിക്കുക. രസമുണ്ടോ രസമുണ്ടോന്ന് പറയട്ടോ. പറയണല്ലേ. ലൈക്ക് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം. പോരുന്നില്ലേ? ഓള് പോരണ്ട നമുക്ക് പോവാ. ഞങ്ങള് പോവാ. നീ പോരുണ്ടോ? എന്നാ വേഗം വാ. നോക്കിയാ നമുക്ക് ഇപ്പാക്ക് ഫോട്ടോ എടുത്ത് വിട്ടു കൊടുക്കണ്ടേ? എന്നാ വാ പെട്ടെന്ന് വാ. ഇനി പോരണ്ട. ഓടന്നോട്ടെ വണ്ടി ഇരുത്തോളി. ഞാനുണ്ട്. നീ അമർന്ന് നിന്നിട്ടില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകില്ല. ഏർപ്പൻ്റെ അതാ കൊഞ്ഞാട്ട. ഹായ് ഞാൻ എടുക്കരുതിട്ടാ. ഇപ്പൊ ഉമ്മാക്ക് കാണിച്ചു നോക്കണ്ടേ. ഫോട്ടോ എടുക്കട്ടോ നമ്മള്. സൂപ്പർ അല്ലേ ചോദിച്ചിരിക്കാ? സൂപ്പർ അല്ലേ സൂപ്പർ ഉണ്ടോ? എങ്ങനെയുണ്ട് ചോദിക്കാം? സൂപ്പറാണ് ചോദിക്കാം. പായസം ഇതാ ചൂടാറിയത്. ഏതാ ചൂടാറിയ? ഇതോ ഇത് ചൂടാറിയാ? ഇപ്പൊ 2 പാത്രത്തിലും ചൂടാരി തന്നെ ഇതിന് എടുക്കല്ലേ? വേണ്ടേ? ഒരു എക്സ്പ്രഷനും ഇല്ല. അമ്പി കൊടുക്കി ലക്ഷണ്ടാ. പെരുന്നാക്ക് വീട്ടിൽ വരുന്ന ഗസ്റ്റുകളുള്ള തിരക്കൊക്കെ കഴിഞ്ഞ് ഇപ്പം പോയിട്ടിരിക്കല്ലേ മോളിന്റെ വീട്ടിൽ. പെരുന്നാക്ക് വീട്ടിൽ വരുന്ന ഗസ്റ്റുകളൊക്കെ കഴിഞ്ഞ് നമ്മള് മോളിന്റെ വീട്ടിക്ക് പോയോണ്ടിരിക്കണ്. അപ്പൊ നല്ല ബിസി ആയതുകൊണ്ട് അതിന്റെ ഇടയില് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. എനിക്ക് പോകാൻ പറ്റുമോ? പോവാനോ? തുറന്നിട്ടുണ്ടാവോ? എന്ന് അടച്ചിട്ടുണ്ടല്ലേ ഈ റോഡ്? എനിക്കറിയില്ല. നമ്മളൊരു അടച്ച റോഡിന് പോയി നോക്കുകയാണ്. തുറന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകും, തിരിച്ചിങ്ങോട്ട് പോകും. അപ്പോ തിരിച്ചു പോരേണ്ട അവസ്ഥയാണ്. എന്താ തിരിച്ചാക്കണ? ബൈക്കൊക്കെ പോണോ? ബൈക്കില് പോണേ, കാറ് പോലെ പോയോക്കി. ഇതവാ പോവാൻ കഴിഞ്ഞാലോ? ഇല്ല മകനെ.
പോസ്റ്റ് കാല് ആ പോസ്റ്റും കാലം അടക്കി നമുക്ക് പോയില്ലേ വണ്ടി കുറച്ച് നോക്കിക്കാല്. ഇപ്പോഴത്തെ പണികളൊക്കെ ഒന്ന് മനസ്സിലാക്കാനല്ലേ ഐശോ? അതെ, അടിപൊളി പണിയാണ്. പാലം പൊളിച്ചതാണ്. അങ്ങനെ ഞങ്ങള് വീണ്ടും തിരിച്ചു. ഐശുവിന്റെ അടുത്ത് സാധാരണ പോകുന്ന വഴി റോഡ് പണിയാണ്. അപ്പൊ അവിടെ കഴിഞ്ഞില്ലെങ്കിൽ അതിൽ പോകാന്നുള്ള അതിലാണ് ഞങ്ങൾ അതിലെ പോയത്. അപ്പൊ അവിടെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങള് വീണ്ടും തിരിച്ചു കറങ്ങി തിരിഞ്ഞ് കറങ്ങി പോകുന്നു. അവിടെ എന്തൊന്നും മിണ്ടാത്തേ എങ്ങോട്ടാ പോണേ? പുതിയ ഉടുപ്പൊക്കെ ഇട്ടാണ്ടേ അടിപൊളി. അപ്പൊ ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട് ഒരു അറ്റത്ത് നിന്ന് തന്നെ. അങ്ങേ അറ്റത്തെത്തിയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ വിചാരിച്ചിരുന്നു ഇവിടെ ബ്ലോക്ക് ഉണ്ടാവുമെന്ന്. നമുക്ക് 1-ാം മൈലിൽ കൂടെ കാടിയാൻ മതി. അത് ഈ ബ്ലോക്കിൽ ഞങ്ങള് നല്ല ട്രാഫിക്കിലാണ് കേട്ടോ. പെരും ട്രാഫിക് പറഞ്ഞാല് നമുക്കിത് മുഴുവൻ കടക്കണ്ട. ഏകദേശം പകുതി ആയി കഴിഞ്ഞാല് ഐശ്വര്യോടുക്കുള്ള ഷോട്ട് ഉണ്ട്, അതിൽ പോവാം. പകുതി ആവണ്ടേ? ബ്ലോക്ക് ഏകദേശം പോന്ന് അരിച്ചരിച്ചരിച്ച് ഇവിടെ എത്തിക്കണ്. എത്താനായില്ലേ നമ്മളെ തിരിഞ്ഞ റോഡ് നോക്കി? പോകുന്നതിനേക്കാൾ പോരാണ്ടോ? ആ ലോറി കാണുന്നതാ, ആ തലക്കല് കാണണ്ടോ? അതില് കാണില്ല. ചെറുതായിട്ട് കാണുന്നുണ്ട്. ആ അൾട്ടോ കാണുന്നതിന്റെ മുമ്പ് ഒരു 10 കാറ് കഴിഞ്ഞിട്ട് ലോറി ഉണ്ട്. ആ ടാങ്ക് ലോറി കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു കുറച്ചും കൂടി അവിടുന്ന് നമ്മള് ഇടത്തോട്ടാണ് തിരിയും. എന്താ ഉള്ളു കഴിക്കണം? എനിക്ക് വയ്യ അറിയാത്ത ഓരോ മാതിരി. അതല്ല, ഞാൻ യശിപ്പ് എത്തിന്നാ വിചാരിച്ച്. നമുക്ക് തിരിയാനുള്ള റോഡ് അല്ലേ? അതെ, എത്തി. ആ ഓട്ടോ വരുന്ന റോഡാണ് അല്ലേ? ആ ഓട്ടോറിക്ഷ കയറിയാല് പിന്നെ നമ്മള് ബ്ലോക്കിലാണ്. പിന്നെ ഫുള്ള് കൊണ്ടുപോയി മാത്രം. പിന്നെ ബ്ലോക്ക് ഇല്ല. അതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ നമ്മള് തിരക്ക് കഴിഞ്ഞ റോഡിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നല്ല കാമായിട്ടുള്ള റോഡ്. നമ്മളെ കുറിച്ച് കാമോ? ഇംഗ്ലീഷിലെ കാം. അങ്ങനെ നമ്മള് നല്ല വിശാലമായ റോഡിലേക്ക് കയറി നല്ല കുണ്ടും കുഴിയുമുള്ള റോഡിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. പ്രവേശിച്ചില്ല. ഇത് അടിപൊളി റോഡാ. ഇവിടെ ചെറിയ കയറ്റാണ് കയറി കഴിഞ്ഞാൽ അയിലെ പോയാ മതി. വെറുതെ ദൂരം കറങ്ങണേ. നമുക്കൊരു ഓഫ് റോഡൊക്കെ വേണ്ടേ? ഒരു ഓഫ് റോഡ് വൈബ്. ആൾട്ടോണ്ട് ഓഫ് റോഡ് പറ്റുന്ന ആ റോഡ് കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്താല് നമുക്ക് ഓഫ് റോഡൊക്കെ ഭാവിയിൽ നിന്ന് കളിപ്പിക്കാല്ലേ? അത്രക്ക് വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല കേട്ടോ. ചെറിയ ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ. അമറിക്കുട്ടിയെ നമ്മളെങ്ങോട്ടാ പോണേ? അതിനാക്ക് മാറ്റുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമ്മള് ഫുഡ് കഴിച്ചാണ് നേരെ ആദ്യം പോണത്. ഞാൻ മാറ്റിയപ്പോ ഇക്കാന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വന്നപ്പോ അതോടെ ഐശ്വന് മാറ്റാൻ നല്ല ടൈം കിട്ടിയേക്കണ്. പോണ അപ്പുറത്ത് കൂടെ അത്രയും കറങ്ങുന്നത് ഈ കുണ്ടും മുയൊക്കെ ചാടി പോകുന്നല്ലേ? നമ്മളെ വ്യൂവേഴ്സിന് കാണാൻ ഇഷ്ടമായി. ഓഫ് റോഡ് വൈബ് കാണിച്ചു കൊടുക്കും. ഓഫ് റോഡ് കാണാം. അതിലെ പോയാ മതി. ഇതിൽ ചെറിയ റോഡ്. പിന്നെ നമ്മളെ വ്യൂവേഴ്സിനെ കാണാൻ നല്ല താല്പര്യം. നമ്മളെ വ്യൂവേഴ്സ് ഇതിൽ 450 സബ്ബല്ലേ? 450 സബ് 450 ആൾക്കാരും കാണലും ഇല്ല. ഓഫ് റോഡ് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്.
കാണുന്നുണ്ടോ ഇല്ല എന്നല്ല, നമ്മളെ ഈ മെമ്മറികളൊക്കെ നമ്മൾ അതെ ഒരു സേവ് ചെയ്യണ പോലെയാണ്. അങ്ങനെ ചിന്തിക്കണേ, അല്ലാതെ വെറും സബ് യൂട്യൂബ് ചാനൽ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ. ഞാൻ ഇന്നലെ ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ലേ, സബ് ഒരു കാര്യം ഇല്ലെങ്കിലും നമ്മളെ മെമ്മറീസ് ഒക്കെ നമുക്ക് സേവ് ചെയ്ത് വെക്കാം. കുറച്ച് പ്രായമൊക്കെ ആവുമ്പോ യൂട്യൂബ് എടുത്ത് പോയിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിലൊക്കെ വീഡിയോസ് ഒക്കെ ഇട്ട് കുറച്ച് കഴിയുമ്പോ ഈ റോഡൊന്നും ഉണ്ടാവില്ല. ഇവിടെ എയർപോർട്ടിന് വികസനത്തിന് വേണ്ടിയിട്ട് ഇവിടെ സൈഡില് വീടുകളൊക്കെ പൊളിച്ചു എയർപോർട്ട് ഉണ്ടോ. അപ്പൊ ഈ റോഡൊക്കെ അപ്പൊ നമുക്ക് കുറച്ച് കഴിയുമ്പോ ഈ റോഡൊക്കെ ഇങ്ങനെ എടുത്ത് കാണാല്ലേ. എന്റെ ഐശുവിന്റെ പണിയാണ് ഇതിലെ കൊണ്ടുവന്നത്. ഇത്രക്ക് അടിപൊളി ഓഫ് റോഡ് ഇട്ടില്ലതുകൊണ്ട് ഓഫ് റോഡ് റോഡ് കാണിച്ചു കൊടുക്കി. ഈ ആകാശത്തേക്ക് പിടിച്ചിട്ട് കാര്യമുണ്ടോ? ഞാനും ഫോൺ ഒരേപോലെ ആകാശത്തേക്ക് പിടിച്ചിട്ട് നല്ല വ്യൂ ഉണ്ടോ. ഈ സ്ഥലം എല്ലാവർക്കും നല്ല ഫേമസ് ആയ സ്ഥലം. കാരണം എല്ലാവരും ഈ ഫ്ലൈറ്റ് പോണത് കാണാൻ വേണ്ടിട്ട് അവിടെ വന്ന് നിൽക്കില്ലേ. നമ്മളെ അടുത്താണ്, നമുക്ക് ഒരു പുതുമയില്ല. അങ്ങനെയാണ്. ക്യാമറ നേർക്ക് പിടിക്കോ. ഞാൻ കുലുങ്ങി പോവാണേ. ഞാനോട് പറഞ്ഞല്ലോ ഇതിനെ പോരണ്ടാന്ന്. ഇതിലെന്നെ പോരാ. ഒരു ഓഫ് റോഡ് നമ്മളെ വീടിന്റെ തൊട്ടടുത്ത് നല്ലൊരു ഓഫ് റോഡിന് നല്ലൊരു ഘട്ടണ്ടായിട്ട് നമ്മളിത് പരീക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ കാര്യം അല്ലേ? ഓഫ് റോഡ് കഴിഞ്ഞു. ഇത് കാണിച്ചിട്ടോ. ഇതാണ് എയർപോർട്ട് കേട്ടോ. അടുത്ത പെരുന്നാളാവുമ്പോഴേക്ക് ഞാനേ കയറാ സീറ്റിൽ ഇരിക്കാം. ഇവിടെ ഐശ്വര്യ കയറി നോക്കണ്ടി. അടുത്ത പെരുന്നാൾക്ക് ഐശ്വര്യകാരോ ഞാനേ കയറി വ്ളോഗ് എടുക്കുക, ഐശ്വര്യകാര വണ്ടി ഓട്ടുക. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. നിക്കാഹ് കഴിഞ്ഞ അന്ന് പറയലൊടിയാണ് ഡ്രൈവിംഗ് പഠിപ്പിക്ക. ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ ഞാൻ എന്റെ നാട്ടിലെത്തി അല്ലേ? ഞാനൊന്നും ഉണ്ടാത്തേ. എന്റെ നാട്ടിലെത്തി. എന്റെ നാട് ചെർളപ്പാലല്ലേ, ഞാൻ ജനിച്ചു വളർന്ന നാടെന്നല്ലേ. അപ്പൊ നമ്മളെ പ്ലാന് ചെറുതായിട്ട് വൈക്കണ് മാറി. ആദ്യം മോളിന്റെ അടുക്കായിരുന്നു വിചാരിച്ചത്. ഐശുവിന്റെ ക്യാമറ പിടുത്ത അടിപൊളിയാണോ നിങ്ങളൊന്ന് പറയണേ. നമ്മള് വീഡിയോ എടുക്കാം, കാറിന്റെ ഫ്രണ്ടിക്ക് താഴേക്ക് പോകാൻ പിടിച്ചിട്ട് വീഡിയോ എടുക്കുക. ഞാൻ ഒറ്റ കൈയോട് പിടിച്ച് പ്ലാൻ മാറ്റിയിരിക്കുകയാണ് അല്ലേ ഐശു? അതെ. മോളിന്റെ അടുക്ക് പോകാൻ വിചാരിച്ച ഐശുവിന്റെ അടുക്ക് ആക്കി. ഐശുവിന്റെ വീട്ടിലെത്താനായി. ഐശുവിന്റെ വീട്ടിലെത്താനായിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് പിക്കൊക്കെ എടുത്ത് ഐശുവിന്റെ നാട്ടിലെ സുന്ദരമായ ഗ്രാമം അല്ലേ? ഗ്രാമം തന്നെയാണ്. ഇവിടുന്ന് കുറച്ച് നല്ല അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുക്കല ഐശു. ഇവിടുന്നോ ഈ പാടത്തുനിന്നോ? ഇല്ല, എന്റെ വീട്ടിൽ നിന്ന്. പാടം പ്രകൃതി രമണീയമായ നാടാണല്ലോ. പ്രകൃതി രമണീയമായ ഗ്രാമം ആണല്ലോ. ഞങ്ങളെ വീട്ടിൽ നിന്ന് പോന്നില്ലേ, 2-3 ഫോട്ടോ വീട്ടിൽ കയറി ഫോട്ടോ എടുത്ത് ലാസ്റ്റ് കൊടുക്കാട്ടോ അല്ലേ? അതെ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മളിതാ സിസിന്റെ വീട്ടിലേക്ക്, ഐശുവിന്റെ നാത്തൂന്റെ വീട്ടിലേക്ക് പോവാണ്. പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് അമ്പിക്കുട്ടി ഇവിടെ തെറ്റിയിരിക്കാട്ടോ. നമ്മള് ഒരു ഐസ്ക്രീമിന്റെ പാക്കറ്റ് വാങ്ങിയപ്പോ ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞു. ചോക്ലേറ്റ് വാങ്ങി കൊടുക്കാണ്ട് വാങ്ങി കൊടുക്കായില്ല, പക്ഷെ ഇപ്പൊ വാങ്ങി കൊടുത്താല് ആ ഡ്രസ്സിലൊക്കെ ആക്കും. ഒരു വീട്ടിൽ കേറാൻ പറ്റാത്ത പോലെ. അപ്പൊ ഇനി നമുക്ക് ഗൈസ് അങ്ങനെ ഞങ്ങളുടെ പെരുന്നാൾ ദിവസം നമ്മുടെ മോളിക്കുട്ടിയുടെ വീട്ടിൽ കൂടി പോയി, പിന്നെ വീണ്ടും ഐശുവിന്റെ വീട്ടിലേക്ക് എത്തി. അന്നത്തെ പെരുന്നാൾ ദിവസം കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം കഴിഞ്ഞു. നാളെ ഞാൻ ഡ്യൂട്ടിക്ക് പോകും. ഞാൻ എന്റെ വീട്ടിൽ 2 ദിവസം നിന്നിട്ട് വീണ്ടും സാധാരണ പോലെ അങ്ങനെ നമ്മുടെ പെരുന്നാൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി വീണ്ടും ഇനി നമുക്ക് ഇനി നമുക്ക് ഇതുപോലെ ഒരുപാട് പെരുന്നാളുകളൊക്കെ ആഘോഷിക്കാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ ലൈശോ. അപ്പൊ അമ്മ നല്ല ചൂടിലാട്ടോ അല്ലേ? ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കാനായിട്ട് അമ്മ നല്ല ചൂടിലല്ലേ? ചൂടില അമ്പിക്കുട്ടി ഇന്നലെ എത്ര ചോക്ലേറ്റ് കഴിച്ചു മുത്തേ? 2 കഴിച്ചു. 2 പൗണ്ടി 2 പൗണ്ടി, ഒരു ഡയറി മിൽക്കും, ഒരു സ്നീക്കേഴ്സും അല്ലേ? അല്ല മുത്തേ, ഓരോരുത്തർ വരുമ്പോ ഇവിടെ ഇഷ്ടം, എല്ലാവർക്കും ഇവിടെ ഇഷ്ടം ചോക്ലേറ്റ് ആണെന്നറിയാം. ആൾക്കാർ വരുന്നവര് ഫുള്ള് ചോക്ലേറ്റ് കൊണ്ടാ വരുന്നത്. അപ്പൊ ഗൈസ്, ഇതിലും നല്ലൊരു വീഡിയോ ഇട്ടല്ലേ ഞങ്ങള് വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് വരും. അപ്പൊ നിങ്ങളെ സപ്പോർട്ടാട്ടോ,
ഞങ്ങൾക്കുള്ള വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യാം അല്ലേ? അതെ, പിന്നെ നമ്മളെ വിലപ്പെട്ട അഭിപ്രായം ഞങ്ങളുടെ കുറവുകൾ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കാം. അപ്പോഴേ ഞങ്ങൾക്ക് തീർത്താൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം, നിങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങൾ വീഡിയോ എടുക്കണ ഇഷ്ടം എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യല്ലേ. അപ്പൊ ഞങ്ങൾക്ക് അതേപോലെ വീഡിയോ എടുക്കാനൊക്കെ പറ്റുമല്ലോ. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഞങ്ങൾ കുഞ്ഞു കുടുംബം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അല്ലേക്കാ. നമ്മളെ അമ്പി നല്ല കുറുമ്പിലാട്ടോ, എപ്പോഴും പിടിക്കണോ നോക്കി പറ്റില്ല. അതെ, അപ്പൊ ഓക്കെ, ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ബൈ പറഞ്ഞ